കൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കൂ. യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ ചീത്തത് സ്വീകരിച്ചാലും നല്ലത് മാത്രം കൊടുക്കുക. അപ്പൊ നല്ല വാക്കുകൾ, നല്ലത് ചെയ്യുക, നമ്മളെ കൊണ്ട് പ്രകൃതിക്ക് ദ്രോഹം ഉണ്ടാവാണ്ടിരിക്കുക, നമ്മുടെ വീടിനെ നമ്മൾ വൃത്തിയാക്കി വെക്കുക. മറ്റുള്ളവർ എന്തു പ്രതീക്ഷിക്കുന്നുവോ അത് നമുക്ക് സന്തോഷത്തോടെ കൊടുക്കാൻ സാധിക്കണം. ഇപ്പൊ നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴും മറ്റൊരാൾ അതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ശരിയല്ലേ ഇത്? ഇങ്ങനെ നമ്മൾ സേവനം ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് കിട്ടിയിരിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പാഠം, നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് കിട്ടുകയുള്ളൂ. വാട്ട് വി ഡിസേർവ് ദാറ്റ് വി ഹാവ് ഗിവൺ ആണ്. എന്ത് കൊടുത്തിട്ടുണ്ടോ അത് ഡിസേർവ് ആണ്. യു ഡിസേർവ് ദാറ്റ് വിച്ച് യു സെർവ് എന്നാണ് പറയുക. നിങ്ങൾ സെർവ് ചെയ്യാത്തത് ഒരിക്കലും നിങ്ങൾ ഡിസേർവ് ആവില്ല. ഇതാണ് നമുക്ക് ഭാഗവതം ഈ ഗീതയൊക്കെ ഒരുമിച്ച് പഠിക്കുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അത് ദക്ഷന്റെ കഥ എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാവും. ദക്ഷയാഗം എന്നുള്ള കഥ വരുമ്പോ പരമശിവനും ബ്രഹ്മാവും വിഷ്ണുവും ഇരിക്കുമ്പോ ദക്ഷൻ കയറി വരുന്നു. അപ്പൊ ദക്ഷൻ പ്രതീക്ഷിക്കുകയാണ്, എന്റെ മരുമകനായ ശിവൻ എന്നെ കാണുമ്പോൾ കഥയറിയാലോ നിങ്ങൾക്ക്, എണീറ്റ് നിന്ന് ആദരിക്കണമെന്ന്. ആര് പ്രതീക്ഷിക്കുന്നു? ദക്ഷൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ ദക്ഷന്റെ പ്രതീക്ഷ കണക്ക് തെറ്റി. എന്താ പറ്റിയത്? ദക്ഷൻ പ്രതീക്ഷിച്ച പോലെ ശിവൻ എണീറ്റ് നിന്ന് ആദരിച്ചില്ല. സ്വാഭാവികമായി കോപം വന്നു. ശിവനെ നിന്ദിച്ചു, പരിഹസിച്ചു, അവഹേളിച്ചു. ശിവനൊന്നും വേണ്ടിയില്ല. ഉണ്ടോ? പക്ഷേ ശിവന്റെ സെക്രട്ടറി ആയിരിക്കുന്ന നന്ദീശ്വരൻ അവിടെ വെച്ച് ശപിച്ചു. കൊടുത്ത ശാപം, അധികം വൈകാതെ നിന്റെ മനുഷ്യ തല ഒരു ആടിന്റെ തലയായി തീരട്ടെ. നോക്കൂ, ആരാ ഇതൊക്കെ വരിച്ചു വെച്ചത്? ശിവനാണോ കാരണം? ആണോ? നന്ദീശ്വരനാണോ കാരണം? അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ പ്രതികർമ്മം നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം, പ്രതീക്ഷ വെച്ച് ജീവിക്കലല്ല ജീവിതം, പ്രകടിപ്പിച്ച് ജീവിക്കലാണ്. ദാറ്റ് വിച്ച് യു എക്സ്പ്രസ് ദാറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ് എന്നാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടണം എന്നില്ല. ദാറ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് ദി ലൈഫ്. അതാണ് പലരും ജീവിതത്തിൽ ദുഃഖിക്കുന്നതിന് കാരണം. ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടുന്നില്ല, പ്രതീക്ഷിച്ച പോലെ എന്റെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല, പ്രതീക്ഷിച്ച പോലെ അവരെന്നെ കെയർ ചെയ്യുന്നില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാനല്ല പഠിക്കേണ്ടത്, നമ്മൾ പ്രകടിപ്പിക്കൂ. നമ്മൾ എത്ര കണ്ട് പ്രകടിപ്പിക്കണോ അത്ര കണ്ട് നമുക്കത് കിട്ടും. പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പഠിക്കുക എന്നർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം ഒരു വിപുലം